എടാ അങ്ങോട്ട് പോയോക്കെ, നമ്മൾ അതിനെ കയറി പോവാ. അവിടെ കയറാ, സൈക്കിൾ ഇവിടെ നിർത്ത്. എൻ്റെ അമ്മ, വെള്ളം പോകുന്ന അവിടെ കാറൊക്കെ മുങ്ങിയാ പോകുന്നത്. കാറ് മുങ്ങിപ്പോയി. ഇവിടെ നിർത്ത്, നമ്മൾ കയറി പോവാ. അവിടെ കയറാം, അവിടെ കയറാം. അയ്യോ, എല്ലാരും ഓടിപ്പോവാട്ടോ. അമ്മ അങ്ങോട്ട് പോരെ, ഇവിടെ അങ്ങോട്ടൊക്കെ. എൻ്റെ അമ്മ, റോഡാണോ പുഴയാണോ എന്ന് തിരിച്ചറിയില്ല. എല്ലാവരും ഓടുന്നുണ്ടാ, എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ടൗണൊക്കെ വെള്ളത്തിലായി, നമ്മൾ അങ്ങാടി മൊത്തം വെള്ളത്തിലായി. എൻ്റെ അവേ, കാറൊക്കെ വലിച്ചു വരിക. അപ്പം മുകളിലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? നല്ല സ്പീഡിലാണ് വെള്ളം പോണത്. ഇതൊക്കെ ഇവിടെ വെള്ളത്തിലായിടാ, ഇവിടെ വെള്ളത്തിലായി, ഇവിടെ ഫുള്ള് വെള്ളമായി. ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നതാ. അമ്മ ആദ്യം പൊട്ടിയതാ കേട്ടോ. അപ്പൊ ആ വീടൊക്കെ വെള്ളത്തിലായിണ്ടാവും അല്ലേ? അവിടെ ഉള്ളേ ഞങ്ങൾ ഇന്നാണ് പോയതാ. എടാ അവിടെ പോകാൻ പറ്റില്ല, അതിന്റെ മേൽക്കൂടെ പോവാം. ഞങ്ങൾ ഇന്ന് പോയി മൊത്തം ഷൂട്ട് ചെയ്തതാണ്. ആ അതേ പ്രശ്നമാണ്. അയ്യോ, ഇത് നോക്ക്, ഇതിലൊക്കെ പോണ വെള്ളം. അമ്മോ, ആ കടയിലൊക്കെ വെള്ളം കയറിയിട്ടാ, കടയിൽ മൊത്തം വെള്ളം കയറി. അയ്യോ, ഞങ്ങൾ ഇന്ന് രാവിലെ നടന്നു പോയതാ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തൊട്ട് മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി 7 മണിയോടുകൂടി ഒരു സംഭവം നടന്നു. ആ ഒരു പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലായി. ഇവിടെ അത് ആ തടയണ നിർമ്മിച്ച് അത് പൊട്ടി വെള്ളം പുറത്ത് വന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പോകുന്നത്. തൊട്ടടുത്തുള്ള ഒരു ടൗണിലേക്ക് വെള്ളം കയറി, കടലിൻ്റെ ഉള്ളിലേക്കും. അവിടെ ചിലപ്പോൾ അവിടെ മൊത്തം പോലീസാണ്. ഇവിടെ ആകെ സീനായി. ഇതാ ഇപ്പോൾ ജബൽ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മളിന്ന് ഉച്ച വൈകുന്നേരം ചെയ്ത ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണാം. അത് അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ വെള്ളമില്ല. പക്ഷേ ഇപ്പം രാത്രി 10 മണിയായി. ഇപ്പോൾ അതാകെ പൊട്ടി റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഒരുപാട് ഹൈറ്റിൽ വെള്ളം കയറി. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയാണ്, ശ്രമിച്ച് നോക്കാം കാര്യം നടക്കുമോ, കാണിക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ രാത്രി 11 മണിയായി ഇപ്പോൾ ഇവിടെ. അപ്പോൾ എല്ലാവരും, കുറേ പോലീസും ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എന്താണെന്നുള്ളത് കണ്ടു നോക്കാം. ഇത്രയധികം വെള്ളം ഒമാൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ മഴ പെയ്ത് ഇത്രയും വെള്ളം കയറിയിട്ടില്ല. വെള്ളം എടാ, അവിടെയാണ് സ്ഥലം. നമ്മൾ ആ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്നില്ലേ, അവിടെ പോവാ. ഇതിനങ്ങോട്ട് കിടക്കാം, ക്രോസിന് കയറി വാ. വെള്ളമല്ല, വെള്ളം കന കുറവാണത്. അമ്മ, ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ആദ്യമായിട്ടാട്ടോ ഇവിടെ. 2 വർഷത്തിന് ശേഷം ഫസ്റ്റ് സംഭവമാണിത്. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ആ ഒരു സ്ഥലത്തേക്കാട്ടോ ഇപ്പോൾ പോണത്. നൈറ്റ് ആയതുകൊണ്ട് വിഷ്വൽ കറക്റ്റ് ആകുമെന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കാം. ആ ഒരു പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലായിട്ടുണ്ടാവും. അപ്പോൾ അത് നിറഞ്ഞൊഴുകിയതാണ് വെള്ളം.
തൊട്ടടുത്തുള്ള ആ കാണുന്ന ഒരു ചെറിയ അങ്ങാടി അത് മൊത്തം വെള്ളത്തിലായി. ഇത്രയും ആൾക്കാർ മൊത്തം കാറുകളാണ് കുടുംബസമേതം വന്ന് കാണാൻ വന്നിട്ട്. ഇവിടെയൊക്കെ ഒരു പുതുമയാണത്. നല്ല വെള്ളമുണ്ട്. അയ്യോ, ഫുൾ വെള്ളമാണ്. വണ്ടീൻ്റെ ഒരു കാറിൻ്റെ ലൈറ്റിൽ കാണിച്ചു കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ള. അമ്മ, അയ്യോ, നമ്മൾ രാവിലെ വന്ന പ്രദേശമാണിത്. ഇനിയും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അയ്യോ, വാഹനങ്ങളൊക്കെ ബ്ലോക്കായി. ദൂരെ കാണുന്നുണ്ടോയെന്നറിയില്ല, മലയ്ക്ക് മുകളിൽ വെളിച്ചം കണ്ടോ? സൂം ചെയ്ത് കാണിക്കാം. അത് കണ്ടോ? അതാണ് ജബലക്തറിലേക്കുള്ള വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റാണ്. അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. എത്ര ജനങ്ങളാണെന്നറിയോ? എന്തോ വലിയ ഉത്സവം നടക്കും പോലെയാണ് ഇവർക്ക് ഇതൊക്കെ. വർഷത്തിലൊരിക്കലാണ് ഇവിടെ മഴ പെയ്യുന്നത്. ആ മഴ കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ പെയ്തില്ല എന്നല്ല, ഇങ്ങനെ വെള്ളം വന്നില്ല. വെള്ളപ്പൊക്കം ഇത് ഇപ്പം നമ്മൾ ക്യാമറ കാണുമ്പോഴല്ല, നേരിട്ട് കാണുമ്പോൾ അത്രയും വീതി കൂടി ഒഴുകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടത് കുറച്ച് വെള്ളം വന്നല്ലോ. അപ്പം അത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഉണ്ട്, അത്രയും ഏരിയയിൽ വെള്ളം കവർ ചെയ്തു ഫുള്ള്. ഇതൊക്കെ ഒഴുകി വന്നതാട്ടോ. വേസ്റ്റുകളെല്ലാം ഒഴുകി വന്ന് റോഡിൽ തങ്ങിയതാണ്. എത്ര ആൾക്കാരാണ് കാണാൻ പോകുന്നത്. റോഡിലൊക്കെ ചെളിയാ. അയ്യോ, എത്ര സ്പീഡിലാണ് വെള്ളം പോകണമെന്ന് അറിയാം. ഒരുപാട് വെള്ളം കയറി. ഓക്കെ.